വിശുദ്ധിയെ കുറിച്ചുള്ള ഈ പഠനങ്ങൾ പ്രത്യേകമായി അവതരിപ്പിച്ചത് ഉത്തമ ഗീതം എന്ന പുസ്തകത്തെ കുറിച്ചുള്ള തന്റെ ധ്യാനത്തിലൂടെയാണ്. ചെറിയ പുസ്തകമാണ്, 4 അധ്യായങ്ങൾ, അധികം അധ്യായങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ സുഹൃത്തുക്കൾ ആകുന്നതിന്റെ ചില പടികൾ അമ്മ ത്രേസ്യ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് സാധാരണ രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുക്കുന്നത്? ചിരിക്കുന്നു. എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ്? പിള്ളേരാരും ഇല്ല ഇവിടെ, ക്ലാസ് ഉള്ള ദിവസമാണല്ലേ. എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുക്കുന്നത്? അമ്മ ത്രേസ്യ പറയും. അമ്മ ത്രേസ്യ നമുക്കറിയാവുന്ന കാര്യമാണ്. ആദ്യം നിങ്ങൾ ഫോൺ ഇല്ലാത്ത കാലമാണെന്ന് വിചാരിക്കുക. അമ്മ ത്രേസ്യയുടെ കാലത്ത് ഫോൺ ഇല്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുക്കാനുള്ള ആദ്യത്തെ കാര്യം കൂടിക്കാഴ്ചകളാണ്. കാഴ്ചകൾക്ക് ശേഷം എന്താണ്? അത് തന്നെ സംഭാഷണം. അപ്പോൾ നിങ്ങൾ ഇതൊന്നും മറന്നിട്ടില്ല എന്നുള്ള സന്തോഷം അല്ലെ. കൂടിക്കാഴ്ചകൾക്ക് ശേഷം സംഭാഷണങ്ങൾ. എന്തൊക്കെയായിരിക്കും സംസാരിക്കുന്നത്? സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്. ഈശോ നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാകും? നമ്മൾ ഈശോയോട് സംസാരിക്കുമ്പോൾ ഈശോയ്ക്ക് എന്ത് മനസ്സിലാകും? നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാകും. ഈശോയ്ക്ക് പിന്നൊരു ഗുണമുണ്ട്, സംസാരിക്കാതെ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാം. അപ്പോൾ 2 പേർ, സാധാരണ മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെ, വിവാഹത്തിന് വേണ്ടിയിട്ട് മാട്രിമോണിയില് ആദ്യം എന്ത് വന്നു? ഫോട്ടോ വന്നു. ഫോട്ടോ വന്നതിന് ശേഷം എന്ത് വന്നു? ഫോട്ടോ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഫോൺ നമ്പർ വന്നു. ഫോൺ നമ്പർ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പരസ്പരം 2 പേർക്കും അവരവരുടെ 2 പേരുടെ ആറ്റിറ്റ്യൂഡ്സ് ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്നത്. ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു റിക്വസ്റ്റ് അയച്ചു, ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് അയച്ചു. ഓക്കെ, സംസാരിച്ചു തുടങ്ങി. ഇഷ്ടങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ലിസ്റ്റ് തുടങ്ങാണ്. അതെന്താണെന്നറിയാവോ? പരസ്പരം ആഗ്രഹിക്കുന്ന തലം. എനിക്ക് ഈ കല്യാണം നടന്നാൽ കൊള്ളാം എന്ന് എന്തുണ്ടാകും? നിങ്ങൾക്ക് ഇതൊന്നും